ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അളവിലുള്ള ഒരു കുഞ്ഞ് ജംസ്യൂട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് 2 പാർട്ടായിട്ടാണ് വരുന്നത്. മുകളിലത്തെ പാർട്ടും അതുപോലെ തന്നെ താഴെ ട്രൗസറിൻ്റെ പാർട്ടും. നമ്മളിപ്പോൾ ആദ്യം കട്ട് ചെയ്യുന്നത് മുകളിലത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 പീസ് തുണി എടുത്തിട്ട് 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 4 പീസ് വരുന്നുണ്ട്. അപ്പോൾ ആ എടുത്തിരിക്കുന്ന തുണിയുടെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഒന്ന് പറയാം. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 9 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. 8 ഇഞ്ചാണ് നമുക്ക് ആ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 9 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ 8 ഇഞ്ചിലൊന്ന് അവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നെക്ക്, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും എല്ലാം ഒരേപോലെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, ഒരു 2.5 ഇഞ്ച് ലെങ്ത്തിൽ. അപ്പോൾ കറക്റ്റ് ആ ഒരു 2 ഇഞ്ചിൽ നമുക്കവിടെ നെക്കൊന്ന് മാർക്ക് ചെയ്യാം. താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഫ്രണ്ടും ബാക്കും ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് നമുക്കൊരു ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ ഞാനിവിടെ 4.5 മാർക്ക് ചെയ്യുന്നത്. ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് ഒരു 4 ഇഞ്ച് ആം ഹോളും മാർക്ക് ചെയ്യുന്നുണ്ട്. 4 ഇഞ്ചോ 4.5 ഇഞ്ചോ മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ലൈനിൽ തന്നെയാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് ഞാനിവിടെ നമുക്കൊരു 6 ഇഞ്ചൊക്കെ ചെസ്റ്റ് മതി. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് വണ്ണമുള്ള കുട്ടിയായതുകൊണ്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. താഴേക്ക് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു 2 ലൈനുകളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നെക്ക് ഒന്ന് കുഴിച്ച് വരയ്ക്കുകയാണ്. ഒരു യു ഷേപ്പിൽ നമുക്കതൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു വരയിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മുകളിലത്തെ പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി താഴത്തെ പാർട്ടിൻ്റെ കട്ടിങ്ങാണ്. താഴെ നമുക്കൊരു ട്രൗസർ മോഡലിലാണല്ലോ വരുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എടുത്തു വെച്ചതുപോലെ തന്നെ 2 പീസ് തുണി എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതൊരു ഫോൾഡഡ് സൈഡ് ആയതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇനി താഴേക്ക് ലെങ്ത്ത് വരുന്നത് ഒരു 9 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഞാനൊരു 10 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു കറക്റ്റ് അളവിലുള്ള തുണിയാണ് അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു 9 ഇഞ്ച് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ മുകളിലുള്ള പീസ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ പീസ് എടുത്ത് ഇതിൻ്റെ കറക്റ്റായിട്ട് വയ്ക്കുക. കാരണം നമുക്കിത് ഒപ്പം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് തന്നെയായിരിക്കണം താഴെ ഈ ഒരു വേസ്റ്റിൻ്റെ അളവും വരേണ്ടത്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 7 ഇഞ്ച് ഞാനവിടെ ഒരു ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അത് സാധാരണ നമ്മളെങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ ഒരു ബോക്സ് പോലെ വരയ്ക്കുക. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇനി നമ്മുടെ താഴെ ഓപ്പണിംഗ് ഉണ്ടല്ലോ, കാലിൻ്റെ ഓപ്പണിംഗ് ഒരു 6.5 ഇഞ്ചിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ ക്രോച്ച് ഏരിയയുടെ അവിടെ ഒന്ന് 6.5യിലേക്ക് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വരും. നമുക്ക് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരേണ്ടി വരും. ഇനി നമുക്ക് 2 പീസും കൂടെ വേണം. 2 പീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് വയ്ക്കുന്നത്, ബട്ടൺസാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് പിടിപ്പിക്കാനായിട്ട് ഒരു 3 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസും ലെങ്ത്ത് 10 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസും എടുക്കുന്നുണ്ട്. 3 ഇഞ്ചിൻ്റെയും 2 ഇഞ്ചിൻ്റെയും 2 പീസുകൾ എടുക്കുക. അപ്പോൾ ലെങ്ത്ത് ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടില്ല. ഒരു കയ്യിൽ കിട്ടിയ ഒരു പീസ് എടുത്തു എന്നുള്ളൂ. നമുക്കതനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ക്രോസ് പീസാണ്. ഞാനൊരു 1.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2ആയിട്ട് മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നീളമുണ്ട്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത്രയും സംഗതികളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് നോക്കാം. ഞാനിതിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ്. നമുക്കിത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വീതി കുറഞ്ഞ പീസും, അതായത് 2 ഇഞ്ചിൻ്റെ ആ പീസുണ്ടല്ലോ, അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലും വയ്ക്കാം. മറ്റേ പീസ് റൈറ്റ് സൈഡിലും വയ്ക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നല്ല വശത്ത് വെച്ച് അടിച്ചതിന് ശേഷം ഒന്ന് പതിച്ചടിക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. അതായത് നമ്മളിപ്പോൾ വെച്ച പീസ് വെളിയിലേക്ക് കാണരുത്. അപ്പോൾ ഓരോ ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കിയെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2 പ്രാവശ്യം മടക്കുക. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ വെച്ച പീസ് ഉള്ളിലേക്ക് പോയിക്കോളും. ഇനി റൈറ്റ് സൈഡിൽ പിടിപ്പിക്കേണ്ട പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്താണ് ഈ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് പിടിപ്പിക്കേണ്ടത്. എന്നിട്ട് പതിച്ചൊന്നടിക്കുക. അതിന് ശേഷം നമുക്കിത് വെളിയിലേക്ക് 1 ഇഞ്ച് തള്ളി നിൽക്കാൻ പാകത്തിന് വേണം വയ്ക്കാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ ആ ഒരു പീസ് പിടിപ്പിച്ചത് എടുത്ത് വെച്ചു. എന്നിട്ട് ഒരു 4 ഇഞ്ച് മടക്കിയതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫുള്ളായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിൻ്റെ മുകളിലേക്ക് ലെഫ്റ്റ് സൈഡ് കയറി വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഈ രീതിയിൽ വെച്ചതിന് ശേഷം താഴ്ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക, മാറിപ്പോകാതിരിക്കാനാണ്. ഈ പിൻ ചെയ്ത് വെച്ചാലും മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. ഇനി വേണ്ടത് ക്രോസ് പീസ് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ 2 കൈക്കുഴിയുടെ അവിടെയും അതുപോലെ തന്നെ നെക്കിൻ്റെ ആ ഭാഗത്തും നമ്മൾ ക്രോസ് പീസാണ് വയ്ക്കുന്നത്. ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ച് ക്രോസ് പീസ് അടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് മറച്ച് വെച്ച് മുകൾ ഭാഗത്ത് കൂടെ പതിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡിലും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്, നെക്കിലും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് താഴത്തെ ഭാഗം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പിടിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ താഴ്ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ആദ്യം അതിൻ്റെ ക്രോച്ച് ഏരിയകൾ തമ്മിൽ 2 സൈഡിലെയും ക്രോച്ച് ഏരിയകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വയ്ക്കുക. 2 സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഞാനവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ ഭാഗവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ഭാഗം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ താഴ്ഭാഗം ഒന്ന് ആ വി ഷേപ്പിലുള്ളതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിന് മുമ്പ് താഴെ നമുക്കൊന്ന് മടക്കി അടിച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 പീസിൻ്റെയും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, നടുക്ക് ഒരു വി ഷേപ്പിൽ വരുന്നത്, ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. പെട്ടെന്ന് തന്നെ തീരും. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി വേണ്ടത് നമ്മുടെ ഈ സെൻറ്ററുകൾ തമ്മിൽ ഒരുമിച്ച് വയ്ക്കുക. അതായത് നമ്മുടെ യോക്കിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ സെൻറ്ററും താഴത്തെ ഭാഗത്തിൻ്റെ സെൻറ്ററും തമ്മിൽ ഈ രീതിയിൽ ഒരുമിച്ച് വയ്ക്കുക. അപ്പോൾ അതിനായിട്ട് മുകളിലത്തെ പീസിൻ്റെ നല്ല വശവും താഴത്തെ പീസിൻ്റെ നല്ല വശവും ഒരേപോലെ വയ്ക്കുക. സെൻറ്ററുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എലാസ്റ്റിക് പിടിപ്പിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വള്ളി കെട്ടാൻ ഭാഗത്തിന് അങ്ങനെയും പിടിപ്പിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നും വെക്കുന്നില്ല. ഇതിൽ 2 ബട്ടൺസ് മാത്രമേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.